ചാപ്റ്റർ 1, നെഹമായ ചാപ്റ്റർ 1, അതിൻ്റെ 1 മുതൽ വാസ്തവത്തിൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിന് 3 വാക്യം മാത്രം വായിക്കാം. 3 വാക്യം മാത്രം വായിക്കാം. 1 മുതൽ 3 വരെയുള്ള വാക്യം ശ്രദ്ധിക്കുക. ഹഗല്യാവിൻ്റെ മകനായ നെഹമ്യാവിൻ്റെ ചരിത്രം. 20-ാം ആണ്ടിൽ കിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂഷൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോയ യഹൂദന്മാരെക്കുറിച്ച് യെരുശലേമിനെക്കുറിച്ചും ചോദിച്ചു. അതിനവൻ എന്നോട് പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. The words of Nehemiah, the son of Hakaliah. Now it happened in the month of Chislev in the 20th year, while I was in Susa, the capital, that Hanani, one of my brothers, and some men from Judah came. And I asked them concerning the Jews who had escaped and had survived the captivity and about Jerusalem. They said to me, the remnant there in the province who survived the captivity are in great distress and reproach. And the wall of Jerusalem is broken down and its gates are burned with fire. എസ്രായുടെ ബുക്കും നെഹമ്യാവിൻ്റെ ബുക്കും എസ്തേറിൻ്റെ ബുക്കും തമ്മിൽ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന 3 ബുക്കുകളാണ്. 3 ബുക്കുകൾ. The book of Ezra, the book of Nehemiah and the book of Esther. These 3 are interrelated. എസ്രായുടെ ബുക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാബേലിലെ എക്സൈലിലേക്ക് പോയ ആളുകൾ, അവിടെ പോയ ഒരു റെമനന്റ് തിരിച്ച് യെരുശലേമിലേക്ക് വരുന്ന ആളുകളുടെ ഹിസ്റ്ററിയാണ്. A group of people who went into exile in Babylon, a remnant who came back, and their coming back is the summary of the book of Ezra. എസ്തേറിൻ്റെ ബുക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വരാതെ ബാബേലിൽ താമസിച്ച ആളുകളുടെ കാര്യമാണ് എസ്തേറിൻ്റെ ബുക്കിൻ്റെ പ്രത്യേകത. The book of Esther describes those who were unable to come back to Jerusalem and those who remained in Babylon. Their story is represented in the book of Esther. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ പ്രത്യേകത, അങ്ങനെ എസ്രായുടെ ബുക്കിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. അങ്ങനെ വന്ന ആളുകൾ എസ്രായുടെ ബുക്കിൽ അവർ ആലയം പണിയുന്നുണ്ട്, ആ ഹോള് പണിയുന്നുണ്ട്. In the book of Ezra, those who came back from exile, they built a temple. ആ ടെമ്പിൾ പണിയുന്നതിനേക്കാൾ എസ്രായിക്ക് ഉണ്ടായിരുന്ന ഭാരം ജനത്തെ ഒന്നൊരുക്കുക. ഈ ആലയം പണിയേക്കാൾ ബുദ്ധിമുട്ടെന്നുള്ളത് ജനത്തെ പണിയുന്നതാണ് എന്ന് പറയാറുണ്ട്. അതാണ് ബുക്ക് ഓഫ് എസ്ര. The book of Ezra, not only it contained a building of temple, but building up a congregation. That was Ezra's job. ആ ജനത്തെ ഒന്ന് ക്ലീൻ ആക്കുക, അവരെ ആത്മീയരാക്കുക, അവരോട് അവരുടെ ഫാദേഴ്സിനുണ്ടായിരുന്ന ആ സ്പിരിച്വാലിറ്റിയെ പറ്റി പറഞ്ഞു കൊടുക്കുക. അതായിരുന്നു ആ പുരോഹിതനായിരുന്ന ആ ശാസ്ത്രിയായിരുന്ന എസ്രായുടെ ജോലി. The scribe Ezra or the priest Ezra's main responsibility was preparing the generation and to follow, exhorting them to follow their forefathers' doctrines. അതിനൊക്കെ ശേഷം ഓൾമോസ്റ്റ് ഒരു 75 ഇയേഴ്സ് കഴിഞ്ഞാണ് നെഹമ്മായ ഒരു മതില് പണിയാനായിട്ട് വരികയാണ് യെരുശലേമിന് ചുറ്റും. Approximately after 75 years, this Nehemiah is coming back from the exile to build a wall around the temple. എസ്രായുടെ കാലത്തെ പ്രവാചകന്മാരായിരുന്നു ഹഗ്ഗായിയും സെക്കരിയാവും. Haggai and Zechariah are the prophets during the time period of Ezra. നിങ്ങൾ ഹഗ്ഗായിയും സെക്കരിയാവും വായിച്ചു നോക്കിയാൽ അറിയാം, ടെമ്പിൾ ബിൽഡിങ്ങിനെ പറ്റി, ജനത്തിൻ്റെ സാന്റിഫിക്കേഷനെ പറ്റിയാണ് അവരുടെ പ്രവചനങ്ങൾ മുഴുവൻ എഴുതിയേക്കുന്നത്. All the prophecies represented in the book of Haggai and Zechariah are restoration or the coming back or repentance of in order to exhort them, the people. We can see those exhortation in those prophecies. ബിൽഡിംഗ് പണിയുന്നതിനെ പറ്റിയും കാണാം. And also he was exhorting them to build up the temple. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞ പോലെ നെഹമ്യായും മലാഖായിയുമാണ് കണ്ടംപററീസ് ആയിട്ട് കർത്താവിന്റെ വേല ചെയ്തവർ എന്ന്. As I mentioned yesterday, contemporary people were Nehemiah and Malachi.
ഈ 6 ബുക്കിനെ പറ്റി ഒരു ചെറിയ ഐഡിയ കിട്ടിയല്ലോ. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന സന്ദേശം എന്താണെന്ന് മനസ്സിലാകൂ. I believe you got a summary of these 6 books. Then only we can understand what I am about to preach. ഇവിടെ ഇവര് പ്രവാസത്തിലേക്ക്, എക്സൈലിലേക്ക് പോയതിൻ്റെ 2-3 വാക്യങ്ങളുടെ ഞാനൊന്ന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് വായിച്ചിരിപ്പിക്കാം. I would like to show you why did they go to exile, or the reason behind. റീസൺ പറയാം. അതിന് മുമ്പ് 2 കിങ്സിലേക്ക് ഒന്ന് വരാമോ? 2 കിങ്സ്. Let us turn our attention to 2 രാജാക്കന്മാരുടെ പുസ്തകം. അതിൻ്റെ 17-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ 2 രാജാക്കന്മാർ 17-ന്റെ 22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പ്രവാസത്തിലേക്ക് പോയ ഒരു ഗ്രൂപ്പിനെ കാണാം. ഞാൻ ഇതൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട 2-3 വാക്യങ്ങളാണ്. ഞാൻ അതുകൊണ്ടാണ് അത് എടുത്ത് പ്രത്യേകം പറയുന്നത്. 22-ാം വാക്യം, അങ്ങനെ ഇസ്രായേൽ മക്കൾ യെരോബെയാം ചെയ്ത സകല പാപങ്ങളിലും നടന്നു, അവർ അവയെ മാറാകിയാൽ യഹോവ പ്രവാചകന്മാരായ തൻ്റെ സകലദാസന്മാരും മുഖാന്തരം അരുളി ചെയ്ത പ്രകാരം ഒടുവിൽ ഇസ്രയേലിനെ തൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇങ്ങനെ ഇസ്രയേൽ സ്വദേശം വിട്ട് അശൂരിലേക്ക് പോകേണ്ടി വന്നു, ഇന്ന് വരെ അവിടെ ഇരിക്കുന്നു. ഇത് 10 ട്രൈബിനെ പറ്റി, നോർത്തേൺ കിങ്ഡത്തെ പറ്റിയുള്ളതാണ്. ഞാൻ അതൊക്കെ പറയാനായിട്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരി ബോറായിരിക്കും ഹിസ്റ്ററി. നോർത്തേൺ ഭാഗത്ത് കിടക്കുന്ന 10 ട്രൈബ് ദൈവത്തെ അനുസരിക്കാത്ത കൊണ്ട് അവർ അശൂരിലേക്ക്, പ്രവാസത്തിലേക്ക് പോകുകയും എന്നാണ് 2 കിങ്സ്. അവിടെ നിങ്ങളൊരു വാക്ക് കണ്ടോ? ദൈവം അവരെ കൈവിട്ടു, അവർ സ്വദേശം വിട്ട് പോകേണ്ടി വന്നു. അതാണ് 10 ട്രൈബിൻ്റെ കാര്യം. We can see here in the book of 2 Kings 10 tribes. Why did the reason they went to exile? We can see here very clearly. Lord Jesus, God actually depart from them. നിങ്ങൾ ആ വാക്യം എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. 10 ട്രൈബ് പോകുന്നു. ഇനിയും 2 കിങ്സ് 25-21, 2 കിങ്സ് 25:21. അത് മറ്റൊരു കാര്യം ഇതാണ് അവിടെ വായിക്കുന്നത്. ബാബേൽ രാജാവ് ഹമാത്ത് ദേശത്തിലെ റിബ്ലയിൽ വെച്ച് അവരെ വെട്ടിക്കൊന്നു. അങ്ങനെ യഹൂദ സ്വദേശം വിട്ട് പോകേണ്ടി വന്നു. 2 കാര്യം നിങ്ങൾ കണ്ടോ? ഈ 2 കാര്യം മനസ്സിലാക്കിയില്ലെങ്കിൽ പ്രൊഫറ്റിക്കൽ ബുക്ക് മനസ്സിലാകുകയില്ല. ഈ 2 വാക്യങ്ങൾ. And we can see here in 2 Kings chapter 25-21, first we saw 10 tribes. What was the reason they went back to exile and God allowed them? Here we can see then the king of Babylon struck them down and Judah was led away into exile from its land. നോർത്തേൺ കിങ്ഡത്തെ അശൂര് കൊണ്ടുവന്നു, സദേൺ കിങ്ഡത്തെ ബാബിലോൺ കൊണ്ടുപോകുന്നു. ഇതാണ് സംഭവം. Northern kingdom was captured by Assyria and southern kingdom was captured by Babylon. അങ്ങനെ ഈ അശൂരിലേക്ക് പോയ ആളുകൾ, സങ്കടകരമായൊരു കാര്യം പറയട്ടെ, ആ 10 ട്രൈബ് ലോകം മുഴുവൻ മിക്സായി പോയി. ഇന്നും അവർ അവരുടെ സ്വന്തം നാട്ടിലേക്ക് റിട്ടേൺ ചെയ്തിട്ടില്ല. ഇന്നും 10 tribes already mixed with the world and even now they were unable to return to their own land. ബൈബിളിൽ അവരെ പറ്റി ചരിത്രമില്ല, പിന്നീട് നമ്മൾ വായിക്കുന്നില്ല. അവര് ശമര്യക്കാരുമായിട്ട് മിക്സഡായി മാറുന്നു, അവര് സമ്മിശ്ര ജാതിയായിട്ട് മാറുന്നു. ഇന്നും അവര് തിരികെ വന്നിട്ടില്ല എന്നതാണ് ചരിത്രം. Even today, that 10 tribes is unable to come back to their own land. They became mixed with the world. രണ്ടാമത്തെ ഗ്രൂപ്പാണ് നമ്മളൊക്കെ വളരെ ആവേശത്തോടെ പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ, ഞാൻ അവർക്ക് മുമ്പായി ചെന്ന ഇരുമ്പ് വാതിലുകളെ തകർത്ത്. അതെന്താ സംഭവം എന്നറിയാമോ? ഈ ബാബേലിൽ നിന്ന് ജനത്തെ തിരികെ കൊണ്ടുവരാനായിട്ട് കോരശിനെ ദൈവം ഉണർത്തുന്ന കാര്യമാണ് ആ വാക്യം. We all knew that Koresh, a Gentile king, was led. A Persian king was being led by God to retrieve or redeem Israelites from the Babylonian captivity. ഇങ്ങനെ പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. ഇത് മറക്കരുത്. ചിലപ്പോൾ 3-4 ആഴ്ച നെഹമ്യാവായിരിക്കും, എനിക്കറിയാൻ പറ്റത്തില്ല. വാസ്തവത്തിൽ ഞാൻ പാരബിൾ പറയാമെന്ന് പറഞ്ഞായിരുന്നല്ലേ, 2 പറഞ്ഞു. പക്ഷെ ഒരെണ്ണൂടെ ഞാൻ പ്രിപ്പയർ ചെയ്തായിരുന്നു, പക്ഷെ പിന്നെ പറയാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഈ 2 ട്രൈബ് അവരെ ബാബേൽ ഭരിക്കുന്നു.
ബാബേൽ സാമ്രാജ്യത്തിൻ്റെ ശക്തി ക്ഷയിച്ചു വരുന്നു. പേർഷ്യ എല്ലാറ്റിനെയും ഭരിക്കാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ പേർഷ്യയുടെ കിങ്ങായ സൈറസ് കോരസിൻ്റെ മനസ്സിനെ ദൈവം ഉണർത്തുന്നു. ആ കോരസിൻ്റെ മനസ്സിനെ ദൈവം ഉണർത്തിയത് കൊണ്ടാണ് ആ 2 ഗോത്രങ്ങൾ തിരികെ യെരുശലേമിലേക്ക് വന്നത്. അതിൻ്റെ ചരിത്രമാണ് എസ്ര ആൻഡ് ബുക്ക് ഓഫ് നെഹമായ. We can see here the Cyrus, the king of Babylon, was prompted by God, and he enabled that king to redeem the 2 tribes exile from the land of Babylon to back to their own kingdom. That is the history of the book of Ezra and Nehemiah. That's a return of the remnant എന്നാണ് അതിൻ്റെ പേര്, റിട്ടേൺ ഓഫ് ദ റെമനന്റ്. ഇനിയും ഇവിടെ എസ്രയുടെ കാലത്ത് വരുന്ന ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് നോക്കാം. നിങ്ങൾക്കൊരു ഐഡിയ ഇതിനെപ്പറ്റി കിട്ടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറയാൻ കാരണം എന്നാണെന്നറിയാമോ, ഞാൻ പണ്ട് ഇത് വായിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ഒരിടത്ത് ഇസ്രായേൽ എന്ന് പറയുന്നു, ഒരിടത്ത് യഹൂദ എന്ന് പറയുന്നു, അശൂരിലേക്ക് പോയെന്ന് പറയുന്നു, ബാബേൽ. എൻ്റെ വായനയുടെ കുഴപ്പമാണെന്ന് അറിയത്തില്ല, എനിക്കൊന്നും മനസ്സിലാകത്തില്ലായിരുന്നു. അന്ന് ഞാൻ തീരുമാനിച്ചു, ഞാൻ എന്നേലും ഒരു ഉപദേശിയാവുകയാണെങ്കിൽ ഇത് ഉറപ്പായിട്ട് ഞാൻ സഭയെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുമെന്ന്. I am explaining this because once I was reading and learning Bible, I was really unable to understand all the relationship between Israel and Judah and all these things. At that time I decided if I am becoming a preacher, I am going to explain this clearly to the congregation. അങ്ങനെ ആദ്യത്തെ ഗ്രൂപ്പ് സൈറസ് ദൈവാത്മാവിൻ്റെ നിയന്ത്രണം. അവിടെ എൻ്റെ അഭിഷക്തനായ കോരസെന്നാണ് വായിക്കുന്നല്ലേ. എൻ്റെ എന്ന് പറഞ്ഞാൽ രാജാവിനെ പോലും നിയന്ത്രിക്കുന്നത് ആരാന്നറിയാവോ? യാഹ്വേയാണ്. അദ്ദേഹം രക്ഷിക്കപ്പെട്ട ആളല്ല, ജെൻഡയിലാണ്, പേർഷ്യൻ കിങ്ങാണ്. യാഹ്വയെ പറ്റി വലിയ അറിവൊന്നുമില്ല, പക്ഷേ തന്നെയും നിയന്ത്രിക്കുന്നത് ദൈവമാണ്. നമ്മൾ തിരുവഴുത്തി വായിക്കുന്ന വാക്കിയില്ലേ, ചീട്ട് മടിയിലിടുന്നു അതിൻ്റെ വിധാനമോ യഹോവയാലത്രേ എന്ന് പറഞ്ഞാൽ he is controlling everyone and every event. Amen. Even though the Cyrus was a Persian king, he was not even a believer of God. Still, God was enabling him to start the redemption of the Israelites from the land of Babylon. അങ്ങനെ എസ്രായുടെ നേതൃത്വത്തിൽ വന്നു ആലയം പണിയുന്ന ആ പൂർത്തീകരണം കൂടെ ഞാൻ നിങ്ങളോടൊന്ന് പറയാം. 14 ബുക്ക് ഓഫ് എസ്ര ചാപ്റ്റർ 6 വേഴ്സസ് 14 and 15. ഇവിടെയാണ് അവർ ആലയം പുതുക്കി പണിയുന്നത്. 14, 15 വാക്യം. എസ്രായുടെ പുസ്തകം 6-ാം അധ്യായം. യഹൂദന്മാരുടെ മൂപ്പന്മാർ പണിതു, ഹഗ്ഗായി പ്രവാചകനും ഇദ്ദോവിൻ്റെ മകനായ സെക്കരിയാവും. നിങ്ങൾക്ക് ആ പ്രവചനം മനസ്സിലായല്ലോ. അവർ പ്രവചിച്ചതിനാൽ അവർക്ക് സാധിച്ചു വന്നു. അവർ ഇസ്രയേലിൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരവും കോരസിൻ്റെയും ദാര്യാവേശിൻ്റെയും പാർസി രാജാവായ അർത്ഥശഷ്ടാവിൻ്റെയും കൽപ്പനപ്രകാരവും അത് പണിതു തീർത്തു. ദാര്യാവേശ രാജാവിൻ്റെ ആഴ്ചയുടെ 6-ാം ആണ്ടിൽ ആദാർ മാസം 3-ാം തീയതി ഈ ആലയം പണിതു തീർത്തു. മനസ്സിലാവുന്നോ? അന്ന് നെബൂഖദ്നേസർ നശിപ്പിച്ച ആലയം ഇവിടെ 75 വർഷത്തിന് ശേഷം വന്ന ആളുകൾ രണ്ടാമത് പണിത് എസ്രായുടെ കാലത്ത് തീർക്കുന്നു. അതിന് മുഖാന്തരമായി ദൈവം ഉപയോഗിച്ച 2 പ്രവാചകന്മാരാണ്, ഒന്ന് ഹഗ്ഗായിയും 2 സെക്കരിയാവും. 75 years after the temple was destroyed, there are 2 people actually with the leadership of Ezra. This temple was being completed and dedicated, and here we can see contemporary prophets were Zechariah and Haggai. ഞാൻ ചരിത്രത്തെ നിർത്തുകയാണ്, ശ്രദ്ധിച്ചെന്ന് കേട്ടെ. I'm closing my history over here. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവർ വന്നിട്ട് ആദ്യം ചെയ്ത കാര്യം എന്നാണെന്നറിയാമോ? ദൈവാലയം പണിയുകയായിരുന്നു ആദ്യം ചെയ്ത കാര്യം. What did they do in the beginning? They began to build or restore the temple. The restoration or the building of the temple was the first thing they started when they came back from exile. അതിന് കഠിനമായൊരു പരിശ്രമം ഉണ്ടായിരുന്നു. There was a severe hardship behind this building. നിങ്ങൾക്കറിയാവുന്നൊരു ചരിത്രം കൂടെ പറയാം. ഇതാദ്യം പണിയാനായിട്ട് ബാബേൽ രാജാവ് നശിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം പണിയാനായിട്ട് എല്ലാ കാര്യവും സെറ്റപ്പ് ചെയ്ത രാജാവിൻ്റെ പേര് ദാവീദ് എന്നാണ്, അല്ലേ? We all are familiar that the building's restoration was began by David the king.
ആ ബിൽഡിംഗ് ആദ്യം പണിയാനായിട്ട് First time he tried to restore or rebuild the temple. ദാവീദ് പറഞ്ഞ ഒരു വാചകം എല്ലാവരും ഓർക്കണം. അതാണ് ഞാൻ ഇന്ന് പ്രധാനമായിട്ടും പറയാൻ പോകുന്നത്. ദാവീദ് പറഞ്ഞ ഒരു വാചകമുണ്ട്. David mentioned a word at that time when he tried to rebuild that temple. ദാവീദ് പറയുകയാണ്, ഞാൻ വലിയ മാൻഷനിൽ താമസിക്കുകയാണ്. David mentioned that I am residing in a big mansion. പക്ഷേ യഹോവയുടെ പെട്ടകം ഇരിക്കുന്ന ആ സ്ഥലം കണ്ടപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യമാണ്, യഹോവയ്ക്ക് വസിക്കാനായിട്ട് ആലയമില്ല, ഞാൻ വലിയ കൊട്ടാരത്തിൽ എന്ത് ചെയ്യുക. എല്ലാവരും ഒന്ന് കേട്ടെ. David was mentioning that I am residing in a big mansion. At that time the ark of the Lord was residing or staying behind a curtain. എന്തെങ്കിലുമായിട്ട് ബന്ധം തോന്നുന്നെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞ സെന്റൻസിന്റെ അർത്ഥം? ഒന്നുകൂടെ പറയണോ? എന്തെങ്കിലുമായിട്ട് ബന്ധം തോന്നുന്നെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. അങ്ങനെ തന്നെ മനസ്സിലാക്കണം. നമ്മൾ ഭയങ്കര കൊട്ടാരത്തിൽ താമസിക്കുന്നത് നമ്മുടെ ആലയം. ദാവീദ് പറയുകയാണ്, അത് പറ്റിയല്ല. David was mentioning that while I am enjoying a big mansion, my Lord God's ark is residing covered by a curtain. ദാവീദ് എല്ലാവരോടും പറയുന്നു, അത് പറ്റുകയില്ല. അത് തൻ്റെ ആത്മീയൻ്റെ ഹൃദയത്തിന് അത് വേദനയായിരുന്നു. He was a spiritual man. It was an agony in his heart. എന്നാൽ ഹഗ്ഗായിയുടെ കാലമായി എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷം കഴിഞ്ഞു, ആലയം പണിതിട്ട് വീണ്ടും പൊളിഞ്ഞു. ഹഗ്ഗായിയുടെ കാലമായപ്പോഴത്തേക്ക് ജനം പറഞ്ഞ എന്നാ നിങ്ങൾക്ക് അറിയാമോ? But after a while, during the time period of Haggai, the prophet, what did the people say? അത് യാഹ്വേയാണ് ആ വാക്യം പറഞ്ഞത്. ആ വാക്യം ഒന്ന് വായിച്ചേ. Haggai chapter 1 verse 4. Haggai chapter 1 verse 4. Let us turn back our attention to the book of Haggai chapter 1 verse 4. എങ്ങനെ വായിക്കുന്നത്? Haggai 1 verse 4. ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. ഞാൻ എനിക്ക് മുന്നോട്ട് പ്രസംഗിക്കാനായിട്ട്. ഇതാ വാക്യം കണ്ടോ? ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ. Is it time for നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം പിടികിട്ടിയോ? ദാവീദിന്റെ കാലത്ത് ദാവീദ് പറഞ്ഞത്, എനിക്ക് നല്ല വീട്, ആലയം, അത് തനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷെ ഹഗ്ഗായിയുടെ കാലമായപ്പോഴത്തേക്ക് ജനം പറഞ്ഞു തന്നതാ, ആലയം എങ്ങനെയും കിടക്കട്ടെ, ഞങ്ങൾക്ക് വീടുകൾ. ഞാൻ പറഞ്ഞ കാര്യം അത് എനിക്ക് മാത്രമേ ഇത് വായിച്ചിട്ട് മനസ്സിലായുള്ളൂ. ആലയം എങ്ങനെയും കിടക്കട്ടെ, എൻ്റെ വീട്. Paneled houses. Here we can see a contradiction. At the time of David was so painful. He was thinking that while I was living in a mansion, the building, the temple of the Lord is not at all being built. But here, after 75 years, the book of Haggai, when the Haggai was reminding the people at that time, people's reply was, I don't care about the temple of the God, because we all have paneled houses to live. പ്രിയപ്പെട്ടവരെ, ആളുകളുടെ കാഴ്ചപ്പാട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മങ്ങിയത് കണ്ടോ? അന്ന് ഭക്തൻ പറഞ്ഞത് എൻ്റെ വീട് നല്ലത്, ആലയം അതിനേക്കാൾ നല്ലതായിരിക്കണം. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പറയുകയാണ്, എൻ്റെ വീട് നല്ലത്, ആലയം വെന്ത് കിടന്നാലും മതിലില്ലേലും വാതിലില്ലേലും ഇതൊന്നും എന്നെ എന്ത് ചെയ്യല. നമ്മൾ ഏത് കാറ്റഗറിയിലാണ് എന്ന് ഇന്ന് രാവിലെ ഒരാത്മപരിശോധന നടത്തണം. We can see two viewpoints in two time period, and we need to think through in which category we are belonging to. ഈ കാലഘട്ടത്തിലാണ് സക്രിയാവും ഹഗ്ഗായിയും ഒക്കെ പ്രവചിക്കാനായിട്ട് തുടങ്ങി. നമ്മളിങ്ങനെ ഒരു പാടുന്നതല്ലേ, കൃപ കൃപ ഒന്നൻ ആർത്തുകൊണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടുകയല്ലേ. എന്താ അതിൻ്റെ അർത്ഥം? അവർ ആണിക്കല്ല് കയറ്റി, കോർണർ സ്റ്റോൺ, കേപ്പ് സ്റ്റോൺ, ആണിക്കല്ല് കയറ്റി എന്നൊക്കെ നമ്മൾ പാടുകയും വായിക്കുകയും ചെയ്തു. എന്താ ആണിക്കല്ലെന്നറിയാമോ? അവർ ഒരു ബിൽഡിങ് പണിത് അതിൻ്റെ ഫൈനലി കൊണ്ട് പ്ലേസ് ചെയ്യുന്ന, എല്ലാം തീർന്നു കഴിയുമ്പം കൊണ്ട് വെക്കുന്ന ആ സ്റ്റോണിൻ്റെ പേരാണ് ആണിക്കല്ല്, കേപ്പ് സ്റ്റോൺ. അന്നൊരു പാടാൻ കാര്യം എന്നറിയാം, അവരന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ കാര്യം എന്നറിയാമോ? ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, ഇത് ദൈവകൃപയാണ്, 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 കൃപയെന്ന് ആർത്തുകൊണ്ട് ഞങ്ങൾ ആണിക്കല്ല് കയറ്റി എന്ന് പറഞ്ഞാൽ ഇത് ദൈവത്താൽ സംഭവിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. Once they rebuilt the temple, we can see in the book, in the later prophecies, people were rejoicing after they built the temple, and they were giving all the glory to God by shouting, glory, glory belongs to the Lord. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ദാവീദിന്റെ കാലത്തെ പോലെ ആലയത്തെ സ്നേഹിക്കുന്ന,
എസ്രായെ പോലെ ജനത്തിൻ്റെ വിശുദ്ധീകരണത്തെ കെയർ ചെയ്യുന്ന, നെഹമ്യാവിനെ പോലെ ആലയത്തിന് ചുറ്റും മതിൽ പണിയുന്ന, വാതിൽ പണിയുന്ന, അശുദ്ധിയെ പുറത്താക്കുന്ന ഒരു ജനറേഷനായിട്ട് ദൈവം നമ്മളെ നോക്കുകയാണ്. അവിടെയാണ് ദൈവം നമ്മെ പ്രസാദിക്കുന്നത്. Our God is looking after each one of us like a burden about the temple, like David, and also about Ezra. He had a burden to cleanse or rebuild that temple. And like Nehemiah, he was trying to build a wall around the temple. And God is looking after each one of us in which category we are belonging to. അങ്ങനെങ്കിൽ നമുക്ക് ഹഗ്ഗായിയുടെ കാലത്തെ ജനങ്ങളെ പോലെ ആകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മളാകേണ്ടത് ദാവീദിൻ്റെ കാലത്തെ ജനത്തെ പോലെയാണ്. ദൈവത്തിൻ്റെ ഹൃദയം നമ്മൾ മനസ്സിലാക്കാനും കർത്താവിൻ്റെ നാമമഹത്വത്തിനായിട്ട് ജീവിക്കാനും നമുക്ക് തീരുമാനിക്കണം. God didn't want us to live a life like the time period during Haggai, the prophet. But God is desiring from each one of us to lead a life with the burden of the temple, like the time period of David, Ezra and Nehemiah. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ ബുക്കൊക്കെ അടച്ചു. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തിൽ വളരെ ആഴത്തിൽ പരിശുദ്ധാത്മാവിനാൽ ബോധ്യമുണ്ടായ ചില കാര്യങ്ങളാണ്. Let us have a viewpoint like this: Ezra, Nehemiah and David. And for the last few days I have been burdened with this issue. പ്രിയപ്പെട്ടവരെ, നെഹമ്യായ തൻ്റെ ജോലി ഏറ്റവും ടോപ്പ് ജോലിയായിരുന്നു. മേ ബി എസ്തേറിൻ്റെ റെക്കമെൻഡേഷൻ വഴിയൊക്കെയാണ് ജോലി കിട്ടിയെന്നൊക്കെ ചില ഹിസ്റ്റോറിയന്മാൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഐ ഡോണ്ട് നോ, ഏറ്റവും ടോപ്പ് ജോലിയായിരുന്നു. പക്ഷെ അവിടെ ഇരുന്നപ്പോഴും യെരുശലേമിനെ പറ്റിയായിരുന്നു തൻ്റെ ചിന്ത, ദൈവസഭയെ പറ്റിയായിരുന്നു നമ്മുടെ ചിന്ത. അങ്ങനെയെങ്കിൽ ഒരു ആത്മീയൻ്റെ ചിന്ത എന്നാണെന്നറിയാമോ? ദൈവസഭയായിരിക്കണം, ആ സഭയുടെ വളർച്ചയായിരിക്കണം. എൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം എന്ത് ചെയ്യും? അതിനൊരു കൺസെഷനും ഇല്ല. ദൈവസഭയ്ക്ക് ദോഷം വരുത്തുന്ന ഒരു സെന്റൻസ് എങ്കിലും ദൈവസഭയെ പറയുന്നവനോട് കർത്താവ് ഇടപെട്ടിരിക്കും. ഒരു സംശയ കാര്യത്തിനകത്തില്ല. Even though Nehemiah was a big professional during the time, he was actually holding some royal positions at that time period. Still, his worry or his agony was about building a wall around the temple. So, I would like to exhort you all. We all need to have a true burden about the lost souls and the lost church. നെഹമ്യാവിന് തനിക്ക് ഇങ്ങോട്ടൊന്നും വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ തൻ്റെ ആത്മീയതയിൽ ഒരു കാര്യം മനസ്സിലായി: യെരുശലേമിൽ ഒരു ഉദ്ധാരണം ഉണ്ടാകണം, ഒരു റീസ്റ്റോറേഷൻ ഉണ്ടാകണം, ആ റെമനൻറ്റിനൊരു ഹോളിനെസ് ഉണ്ടാകണം. അതിനായിട്ട് താൻ തൻ്റെ ജോലിയെല്ലാം മാറ്റിവെച്ച് ഈ സ്ഥലത്തിൻ്റെ ശുദ്ധീകരണത്തിനായിട്ട് രാത്രിയും പകലും അധ്വാനിക്കുകയായിരുന്നു. Though Nehemiah was holding a royal position, he was having burden about the remnants and also the walls who has been destroyed. He was worried about the holiness of the people. In order to have a barrier or a separation from the other people, Nehemiah was starting to rebuild a wall around the temple. നെഹമ്യാ വായിക്കുന്ന എങ്ങനെ അറിയാമോ? ഒരു കയ്യിൽ വാളും മറ്റേ കയ്യിൽ അവർ അധ്വാനിക്കുകയായിരുന്നു പറഞ്ഞാൽ എൻ്റെ അർത്ഥം തന്നെ ശത്രു കയറാതെ, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ദൈവസഭയുടെ വളർച്ചയ്ക്കായിട്ട് അവർ അധ്വാനിക്കുകയായിരുന്നു. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ലോക്കൽ സഭ. We can see here, even though Nehemiah, while he was working, holding a sword on one hand, but the other hand he was working. It represents here similar to this way. Even though whatever we are doing, we always need to have a burden about the lost church or the lost souls. ആ മതിലില്ലെങ്കിൽ അവിടെ അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ മഹത്വം ഇല്ല എന്നാണ് അവർ പറയുന്നത്. If there was not a wall, then the glory was not staying inside the temple. അകത്ത് ഹോളിനെസ് ഇല്ലെങ്കിൽ, അകത്ത് യൂണിറ്റി ഇല്ലെങ്കിൽ ആ സഭയിൽ ദൈവമഹത്വം ഉണ്ടായിരിക്കുകയില്ല. If there is no holiness or unity inside the church, glory will depart from the temple. ഏലി ഒത്തിരി ദോഷം ചെയ്തായിരുന്നല്ലേ, ഏലി പുരോഹിതൻ? The priest Eli in the book of Samuel, he did a lot of wicked things. പക്ഷെ അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പെട്ടകം പോയപ്പം ആ വിഷമം അകത്ത് കയറി പുറകോട്ട് വീണ് അദ്ദേഹം ചത്തുപോയി എന്നാ വായിക്കുന്നേ.
we can see that he had a burden about the ark of the Lord. When he heard that ark was captured, he fell backwards and broke his neck and died. ഏലിയുടെ മക്കൾക്ക് വലിയ ബോധമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ആ മക്കളുടെ ഭാര്യമാർക്ക് അവന്മാരെക്കാട്ടും ബോധം ഉണ്ടായിരുന്നെന്നാണ് ഒന്ന് ശമൂവേൽ വായിക്കുന്നത്. Eli's sons were not at all bothered about the temple or the priesthood, but the in-laws were really worried. They knew. ഒരു കൊച്ചുണ്ടാകുന്ന നേരത്ത് ഏലിയുടെ ഇല്ലോ എന്നാ പറഞ്ഞെന്നറിയാമോ? ഇഖബോദ്, മീനിങ് മഹത്വം നഷ്ടപ്പെട്ടു. നമ്മുടെയൊക്കെ പല പരിപാടിയും കണ്ട ഹോളിൻ്റെ വെളിയിൽ എഴുതി വെക്കേണ്ടത് എബനസർ എന്നല്ല ഇഖബോദ് എന്നാണ്. ശരിയാണെന്ന് ഞാൻ പറയുന്നത്? When a grandchild was born, it was one person mentioned that Ikabod, the glory departed from here. So basically, in front of our worship centers, instead of saying Bethel or some kind of name, we have to write Ikabod, glory departed from this place. നമ്മുടെ അകത്ത് ദൈവ സാന്നിധ്യം ഉണ്ടോ? We need to examine, do we have the presence of God inside each one of us? എസെക്കിയേലിന്റെ കാലത്ത് ജനം പറഞ്ഞ എന്നാന്നറിയാം? എസെക്കിയേലിന്റെ കാലത്ത് എസെക്കിയേൽ ദൂത് പറയുക, നിങ്ങൾ ഇങ്ങനാണെങ്കിൽ ദൈവ സാന്നിധ്യം ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞപ്പം അവന്മാർ പറഞ്ഞു അതൊന്നും ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ 9, 10, 11 വായിച്ചാൽ മതി. എസെക്കിയേൽ ഞാൻ പറയുന്ന കാര്യം അവിടെ ഉണ്ട്. The book of Ezekiel, chapters 9 through 11, we can see that when Ezekiel the prophet reminded about the judgment of the God, the people were replying, we don't care about the glory of God. അവര് പ്രവാചകൻ ദൂത് പറഞ്ഞിട്ടൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. They were not even paying any attention to the prophecies of the prophet Ezekiel. അല്പം കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവ സാന്നിധ്യം ആലയത്തിൽ നിന്നും പൊങ്ങി എവിടെ ആയെന്നറിയാമോ? ഭീമയിലോട്ടായി. After a few hours, the glory of the God started to depart from the temple and it reached up to the beam. പ്രവാചകൻ പറയുകയാണ്, ഈ സാന്നിധ്യം പൊങ്ങിപ്പോവുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം. Again, Ezekiel the prophet was reminding them, the glory was about to depart. You need to come back or repent. അന്നേരം ഇവര് പറഞ്ഞെന്നറിയാമോ? ഭീമേലാണേലും ഉണ്ടല്ലോ എന്ന്. At that time they replied, though it's on the beam, still there is some glory here. വീണ്ടും കരഞ്ഞുകൊണ്ട് പ്രവാചകൻ ദൂത് പറയുകയാണ്. Again the prophet was weeping and declaring the prophecy. അവിടെ കാവൽക്കാരെ ശാസിക്കുന്നുണ്ട് എസെക്കിയേൽ. He was scolding the watchmen. ഫൈനലി ആ ഗ്ലോറി എന്നേക്കുമായിട്ട് ആലയം വിട്ടു പോവുകയാണ്. Finally the glory was departing forever. ആലയത്തിന്റെ പേര് എബനസർ എന്നല്ല, ഈഖാബോദ് എന്നാണ്. That temple's name was not Ebenezer, but that temple's name was Ikabod. എന്റെ ആലയം ശൂന്യമായിരിക്കെ തട്ടിട്ട് വീടുകളിൽ പാർക്കാൻ എങ്ങനെ കഴിയുന്നു? How can എന്റെ ആലയത്തിന്റെ യൂണിറ്റിക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീയത എവിടാണ് ഇരിക്കുന്നത്? ഞാൻ അടുത്ത പറഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി പ്രയാസമാകും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. വെരി കെയർഫുൾ ആയിരിക്കണം. ദൈവസഭയുടെ യൂണിറ്റിക്കോ ദൈവസഭയുടെ ആത്മീയ വളർച്ചയ്ക്കോ ദോഷം വരുന്ന ഒരു കാര്യവും എൻ്റെ ജീവിതത്തിലുണ്ടാകരുത്. We all need to be very careful in order to have any obstruction inside the church of God. We need to be very aware. Do not do anything. ദൈവസഭയ്ക്ക് ദോഷം വരുത്തിയ കൊരിന്തിലെ കുറച്ചെണ്ണം സഭയ്ക്കകത്തുണ്ടായിരുന്നു. There were a few of the people who were in the church in Corinth. They were harmful towards the church. അന്ന് പോള് പ്രവാചകനാണെന്ന് നമ്മളാരും പറയുമല്ലോ. പക്ഷെ അന്ന് പോള് ദൂത് പറഞ്ഞെന്നാ അറിയാം, എൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യുന്ന. At that time, even though Paul was not mentioned specifically as a prophet, but he prophesied like this, those who try to destroy my temple, God will destroy you. പ്രിയപ്പെട്ടവരെ, അങ്ങനാണെങ്കിൽ നിന്റെ ആലയത്തിന് വിശുദ്ധി എന്നേക്കും ഉചിതം തന്നെ. മതിൽ കെട്ടേണ്ടടുത്ത് നമ്മൾ മതിൽ കെട്ടണം, വാതിൽ വെക്കേണ്ടടുത്ത് വാതിൽ വെക്കണം. അവൻ്റെ മഹത്വം നമ്മുടെ ഇടയിൽ നിന്ന് പോകുന്നുവെന്ന് ബോധ്യം ഉണ്ടായെങ്കിൽ മുട്ടുമടക്കണം. Amen. Holiness always belongs to the Lord. Wherever we are seeing that there is a lack of a wall, we need to start rebuilding that wall. If there is lack of a doorpost, we need to start rebuilding that. നെഹമ്യാവിനെ പോലെ ചിലർ എഴുന്നേറ്റിട്ട് അശുദ്ധി ആലയത്തിൽ നിന്ന് മാറ്റി കളയണം. Like Nehemiah, certain people, certain men of God start to stand up and start working towards the unity or for the holiness of the church. നമുക്ക് വേണ്ട പ്രവാചകന്മാര് ഹഗ്ഗായിയെ പോലുള്ളവരായിരിക്കണം, സെഖര്യാവിനെ പോലുള്ളവരായിരിക്കണം. എന്നിട്ട് എന്റെ മുഖത്ത് നോക്കി പറയണം, നീ ഇങ്ങനെ താമസിക്കുമ്പോൾ എന്റെ ആലയത്തിൽ ഇത് അനുവദിക്കുകയല്ല എന്ന് പറയുന്ന പ്രവാചകന്മാർ എഴുന്നേക്കണം. We need
to require certain prophets like Haggai and Zechariah, and they need to point at us and to remind us that while you are residing in paneled mansions, what is the situation of the church? നെഹമായ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. നെഹമായ ഏറ്റവും അവസാനം വേദപുസ്തകം തുറന്ന് വായിക്കുകയാണ്. 8, 9, 10 വായിച്ചോണം. പുസ്തകം തുറന്ന് വായിച്ചിട്ട് ജനം എല്ലാം കരയാനായിട്ട് തുടങ്ങിയെന്നാണ് വായിക്കുന്നത്. We can see towards the end of this book of Nehemiah about to begin start reading the word of God. During that time period, all the crowds started to repent and cry. അശുദ്ധി ഉള്ളവനെ എല്ലാം താടിക്ക് പിടിച്ച് പുറത്താക്കിയെന്നാണ് വായിക്കുന്നത്. He actually pulled their beard and he made those who are unholy, he made them to expel from the church. അവന്റെ മഹത്വം ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് പോകരുതേ എന്ന് വേണം പ്രാർത്ഥിക്കാൻ. We need to pray. അങ്ങനെ ഒരു ഗ്ലോറി ദൈവസഭയ്ക്കകത്തുണ്ടെങ്കിൽ ഈ ആലയം ആളെ കൊണ്ട് നിറയും. We need to ഈ pray. ആലയത്തിൽ ദൈവപ്രവൃത്തി ഉണ്ടാവും. Hallelujah. ഈ ആലയം അനേകർക്ക് ദൈവവചനം കേൾക്കുന്നതിന് ഒരു വാതിലായി തുറക്കപ്പെടും. അതിന് എന്റെ നിങ്ങളുടെ ഉത്തരവാദിത്വം ആവശ്യമാണ്. We all need to be responsible to keep the holiness inside. We need to start working together so that we can stand together, so that we can see the work, the amazing work of the Lord amongst us. താങ്ക് യു ലോർഡ്. Hallelujah. ഞാൻ എൻ്റെ വാക്കുകൾ എഴുന്നേറ്റ് നമുക്ക് അല്പസമയം